ഇനിയാണ് ഹൈപ്പിന്റെ പൂരം. രണ്ട് എക്സ്പെക്ടേഷനിൽ വരുന്ന രണ്ട് ബിഗ് ബജറ്റ് ചിത്രങ്ങൾ. പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫ ആൻഡ് ദുൽഖർ സൽമാൻ നായകനാകുന്ന അയാം ഗെയിം. ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുഗു ചാനൽ. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. ഈ മാസം ഓഗസ്റ്റ് മാസം സിനിമ മാസമാണ്. ചില്ലറ പടങ്ങളൊന്നും അല്ല വരുന്നത്. തുടക്കം തന്നെ ഓഗസ്റ്റ് 7, അതായത് ഫ്രൈഡേ, നാളെ 3 സിനിമകൾ വരുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന പുതിയ സിനിമയാണ് തുടക്കം. ജൂഡ് ആന്റണി ജോസഫാണ് സംവിധാനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, 2018 ഓം ശാന്തി ഓശാന എന്ന ചിത്രങ്ങളുടെയൊക്കെ സംവിധായകനാണ് ജൂഡ്. ആൻഡ് ഈ സിനിമയിൽ ജെയ്ക്സ് വിജോയാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കുവാണ്. അപ്പോൾ ഈ സിനിമയുടെ അവസാനം ഒരു ക്യാമിയോ റോൾ എന്ന പോലെ 10-15 മിനിറ്റോളം കാണാൻ സാധ്യതയുണ്ട്. സാക്ഷാൽ ലാലേട്ടൻ എത്തുന്നു. അപ്പോ ഇത് ലാലേട്ടന്റെ ഒരു മകളുടെ പടം എന്നതിലുപരി ഇതൊരു പുതുതാരത്തിന്റെ ഒരു മകൾ, പുതുതാരത്തിന്റെ ഒരു പടം എന്ന് നമ്മൾ കണ്ടാൽ മതി. ലാലേട്ടന്റെ ആ ഒരു സൈഡ് മാറ്റി വയ്ക്കുക. ഒരു പുതിയ താരം വരികയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ നായിക വന്ന് ഒരു പുതു സിനിമ റിലീസ് ചെയ്യുകയാണ് എന്ന തോതിൽ പോയി നമ്മൾ തുടക്കം കാണുക. തീർച്ചയായിട്ടും ആ ഒരു ട്രെയിലറിൽ കാണിക്കുന്നത് അതൊരു നോർമൽ പടം പോലെ പോയിട്ട് അവസാനം ഒരു മിസ്റ്റീരിയസ് പോലെ വരുന്നത് തന്നെയാണ്. ചെറിയൊരു പടാവാൻ സാധ്യതയൊന്നുമില്ല. അത്യാവശ്യം എൻഗേജിങ് പരിപാടികളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതാണ് തുടക്കം എന്ന സിനിമ നാളെ എത്തുന്നതിലൂടെ നമുക്ക് കാണാൻ കിട്ടുന്നത് എന്താണെന്ന് അറിയാം. ഓഗസ്റ്റ് 7 സെയിം ദിവസം ഫ്രൈഡേ തന്നെ തമിഴിൽ നിന്നൊരു ചിത്രം വരുന്നുണ്ട്. ലോകേഷ് ആദ്യമായിട്ട് നായകനാകുന്ന സിനിമ. DC ദേവചന്ദ്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്, ഷോർട്ട് നെയിം. ആ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മില്ലർ, ധനുഷിന്റെ സിനിമ സംവിധാനം ചെയ്ത അരുൺ മാത്യൂഷരാണ്. ആൻഡ് മ്യൂസിക് എന്നോടാണ് ഈ അനിരുദ്ധ് രവിചന്ദർ. ആൻഡ് ഇതിന്റെ പ്രൊഡ്യൂസും കാര്യങ്ങളും ചെയ്യുന്നത് സൺ പിക്ചേഴ്സ് ആണ്. അപ്പോൾ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഡയറക്ടർ എത്രയോ നല്ല സിനിമകൾ തമിഴ് ഇൻഡസ്ട്രിക്ക് കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതായത് മാനഗരം, കൈദി, വിക്രം, ലിയോ, മാസ്റ്റർ, പിന്നെ അവസാനമായിട്ട് വന്നത് കൂലി അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് ഫ്ലോപ്പ് ആയി പോയി, അത് വിട്ടേക്കാം. ബട്ട് 5 ബാക്കി നല്ല പടങ്ങൾ കൊടുത്ത ഒരു ഡയറക്ടറാണ് ലോകേഷ്. പുള്ളിക്ക് ഇപ്പം തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഹേറ്റ്രഡ്, ആ ഒരു നെഗറ്റിവിറ്റി, ആ ഒരു ട്രോൾ മീംസ് ഒക്കെ എന്ന് പറയുന്നത് അന്യായ ലെവലിലാണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ പണി എടുക്കുന്നുണ്ട് ലോകേഷിന് അവിടെ ഉള്ളവർ. അപ്പൊ ഈ ഒരു പടം, സംവിധായകനിൽ നിന്ന് നായകനിലേക്ക് വരുന്ന ഈ ഒരു പടം മികച്ചതാക്കിയില്ലെങ്കിൽ ലോകേഷിന് കിട്ടാൻ പോകുന്ന അടി ചെറുതൊന്നുമല്ല, അപാര അടിയായിരിക്കും. അപ്പൊ നാളെ ഒരു DC എയർ റേറ്റഡ് ഫിലിമാണ്, വയലൻസ്ഡ് ആണ്. ട്രെയിലറിൽ പറയുന്നതും അങ്ങനെ തന്നെയൊക്കെയാണ്, ഫുള്ളി വയലൻസ്ഡ് ആണ്. വെടി, ഇടി, പുക, ഇതൊക്കെ തന്നെയാണ് പടത്തിലും കാണിക്കുന്നത്. ആൻഡ് ഇനി ഞാൻ നാളെ ആ DCക്ക് പോകുന്നതിന്റെ ഏറ്റവും മെയിൻ ഉദാഹരണം എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദർ. അനിയുടെ ആ മ്യൂസിക്, BGM, ആ ഒരു മ്യൂസിക്കൽ ജേണി, ആ ഒരു സീൻ വിഷ്വൽസിലൊക്കെ അനി എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ നാളെ DC കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോ നാളെ തമിഴിൽ നിന്ന് വരുന്ന DCയും ഒരേ ദിവസം തന്നെ എത്തുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം കൂടെയാണ്. ഓഗസ്റ്റ് 7 വരുന്ന മൂന്നാമത്തെ ചിത്രമാണ് GDN, ഗോപാൽ സ്വാമി ദുരൈസ്വാമി നായിഡു. അതായത് മാധവനാണ് നായകനായിട്ട് വരുന്നത്. മാധവൻ ഇപ്പൊ അറിയാം നിങ്ങൾക്ക്, റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണ് മാധവൻ ചെയ്യുന്നത്. ഇപ്പൊ റോക്കറ്ററി നമ്പി എഫക്ട് ആയിക്കോട്ടെ, ദുരന്തറിലെ അജിത് ഡോവൽ ആയിക്കോട്ടെ, ആൻഡ് ഇതിലും ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന ഒരാളുടെ ബയോപിക് ഡ്രാമയാണ് ചെയ്യുന്നത്. ഗോവിന്ദ് വസന്താണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത് തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെ 3-4 ഭാഷകളിലേക്കും ഉണ്ട്. അപ്പോ ഓഗസ്റ്റ് 7 റിലീസാവുന്ന 3 ചിത്രങ്ങൾ ഇതൊക്കെയാണ്: തുടക്കം, DC ആൻഡ് GDN. ഇനി ഓഗസ്റ്റ് 14 വരുമ്പോൾ, കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും 3 സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. സൂര്യയുടെ സിനിമയായ വിശ്വനാഥ് ആൻഡ് സൺസ് 14-ാം തീയതിയാണ് റിലീസ് ആകുന്നത്. വെങ്കി അഡ്ലൂരി, നിങ്ങൾക്കറിയാം, വാത്തി, ലക്കി ഭാസ്കർ സിനിമയുടെ സംവിധായകൻ വെങ്കി അഡ്ലൂരിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. GV പ്രകാശിന്റെ മ്യൂസിക് ആണ്. മമിത ബൈജു ആണ് പ്രധാന വേഷത്തിൽ ഈ നായികയായിട്ട് എത്തുന്നത്. GV പ്രകാശിന്റെ മ്യൂസിക് ഈ പടത്തിൽ അപ്പാടെ ഫ്ലോപ്പായി എന്ന് വേണം പറയാം. ഫസ്റ്റ് പട്ടാൻ പൂച്ചി എന്നൊരു സോങ് റിലീസ് ചെയ്തു, അങ്ങനെ അത്രയും വലിയ ട്രെൻഡിങ്ങും കാര്യങ്ങളിലും പോയിട്ടില്ല. രണ്ടാമത് സൂര്യ തന്നെ പാടിയ ഒരു പാട്ട്, വെഡിങ് സോങ്, ഒക്കെ ഫ്ലോപ്പ് ആയിരുന്നു ആ സോങ്. മൂന്നാമത് വന്നത് വൺ റൂൾ ഒരു സോങ്, അതും ഒരു ഗാന കുത്തുപാട്ട് പോലെ എന്തൊക്കെ കാണിച്ചു വെച്ച് അപരാധമായിരുന്നു. മൊത്തത്തിൽ ആ 3 പാട്ടുകളും
പാട്ട് വൈസ് പടത്തിന്റെ ഒരു ഹൈപ്പും കയറ്റിയില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ സിനിമയിലും ട്രെയിലറിൽ വന്നതനുസരിച്ചും വലിയ പ്രതീക്ഷകളും കാര്യങ്ങളും ഇല്ലാത്തൊരു സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ബട്ട് ടീം കാസ്റ്റ് ആൻഡ് ക്രൂ പറയുന്നത് അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെയാണ്. പോരാത്തതിൽ ഇന്ന് ഓഗസ്റ്റ് 8 ശനിയാഴ്ച 6 മണിക്ക് കേരളത്തിൽ ട്രിവാൻഡ്രം ലുലുവില് ഈ വിശ്വനാഥ് ആൻഡ് സൺസിന്റെ കേരള പ്രീ റിലീസ് ഇവന്റിന് വേണ്ടിയിട്ട് സൂര്യയും ആൻഡ് വിശ്വനാഥ് ആൻഡ് സൺസിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും എത്തുന്നു എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. ഇത് കഴിയുമ്പോൾ അതേ 14 മകുടം വിശാൽ നായകനായി സംവിധാനം ചെയ്ത് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന മകുടം 14 റിലീസ് ചെയ്യണം. അതിലും ജി വി പ്രകാശാണ് മ്യൂസിക് വരുന്നത്. അതിൽ റൈസ് ഓഫ് ലിംഗ എന്നൊരു പാട്ട് കൊള്ളാം, ബാക്കിയെല്ലാം ഉറക്ക ഗുളികകളെ പോലെ അങ്ങ് തവിട്ടിയിട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം കണ്ടു തന്നെ അറിയണം. ആൻഡ് വിശാലില് ദുഷറ വിജയൻ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അഞ്ജലിയും ആ സിനിമയിലുണ്ട്. പോരാൻ തന്നെ വിശാല് 3ഓളം ക്യാരക്ടേഴ്സിലാണ്, അതായത് ഒരു മെഡിക്കൽ റപ്പ്, പിന്നെ ഒരു വില്ലൻ, പിന്നെ വേറെ ഒരു ക്യാരക്ടറുമായിട്ട് ഒരു ഡോൺ, അങ്ങനത്തെ ഒരു സംഭവത്തിലായിട്ടാണ് വരുന്നത്. അതാണ് മകുടം. ഇനി അതേ ദിവസം മൂന്നാമത് വരുന്ന സിനിമ ഹായ്, അതായത് കവിൻ നയൻതാര പ്രധാന വേഷത്തിലെത്തുന്ന വിഷ്ണു എടവൻ സംവിധാനം ചെയ്യുന്ന ഹായ് എന്ന ചിത്രം. ജൻ മാർട്ടിനാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. അതിന്റെ പടത്തിലെ പാട്ടൊക്കെ അത്യാവശ്യം കൊള്ളാം, ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലൊരു പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് 14 റിലീസാവുന്ന 3 ചിത്രങ്ങൾ ഇവയൊക്കെയാണ്: സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ്, വിശാലിന്റെ മകുടം ആൻഡ് കവിന്റെ ഹായ്. 3 ക്ലാഷാ, എല്ലായിടത്തും ക്ലാഷ്, മൊത്തം ക്ലാഷ്. ഇനിയാണ് ഹൈപ്പിന്റെ പൂരം. 2 എക്സ്പെക്ടേഷനിൽ വരുന്ന 2 ബിഗ് ബജറ്റ് ചിത്രങ്ങൾ. പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫ ആൻഡ് ദുൽഖർ സൽമാൻ നായകനാകുന്ന അയാം ഗെയിം. പൃഥ്വിരാജിന്റെ പടത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്, ജിനു എബ്രഹാമാണ് റൈറ്റിംഗ്, മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, എഡിറ്റർ ചമൻ ചാക്കോ ഒക്കെ തന്നെയാണ്. ആൻഡ് ഈ സിനിമ റൂളർ, ഖലീഫ എന്ന് പറയുമ്പോൾ റൂളർ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടമാണ്. അതിന്റെ ക്രൈം ലെഗസിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഗ്ലിംസ് ബ്ലഡ് ലൈൻ എന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇജ്ജാതി സാധനമായിരുന്നു. ആൻഡ് ഇപ്പൊ പോസ്റ്റേഴ്സ് കൊണ്ട് തന്നെ അവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കൂട്ടി വെക്കുകയാണ്. ആൻഡ് തീർച്ചയായിട്ടും ഒരാഴ്ചയ്ക്ക് അത് ട്രെയിലറും വരുമ്പോൾ അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ്. അപ്പോ ഖലീഫയില് വേറെയും ഒരാളുണ്ട്, സാക്ഷാൽ ലാലേട്ടന്റെ ഒരു ക്യാമ്പിയോ, മമ്പറക്കൽ അഹമ്മദ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ്, പൃഥ്വിരാജിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് സിനിമയിൽ വരുന്നത്. പൃഥ്വിരാജ് ആമ്രലി എന്ന ക്യാരക്ടറിലാണ് വരുന്നത്. സോ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഖലീഫയ്ക്ക് തന്നെയാണ്. പിന്നെ വരുമ്പോൾ അയാം ഗെയിം അതേ ദിവസം തന്നെയാണ് 20 അയാം ഗെയിം നഹാസ് ഹിദായത്ത് RDX ഡയറക്ടറാണ് സംവിധാനം ചെയ്യുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്. ഈ 2 പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയാം ഖലീഫയിലും അയാം ഗെയിമിലും ഖലീഫയിലും 2 പടത്തിന്റെയും മ്യൂസിക് ഡയറക്ടർ ഒന്നാണ് ജെയ്ക്സ് ബിജോയ്, എഡിറ്റർ ഒന്നാണ് ചമൻ ചാക്കോ. അപ്പോൾ ദുൽഖർ സൽമാന്റെ വളരെ എക്സ്പെക്ടേഷനിൽ വരുന്ന ഹൈപ്പിഡ് ചിത്രമാണ്. ബട്ട് പോസ്റ്റേഴ്സ് മുമ്പൊക്കെ വൺ സ്റ്റൈലിഷ് സാധനങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു ട്രെയിലറിലൂടെ ആ ഒരു ഹൈപ്പിനെ കളഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു ക്ലാഷിൽ ഇപ്പൊ സാധ്യത കൂടുതലുള്ളത് തീർച്ചയായിട്ടും ഖലീഫയ്ക്ക് തന്നെയാണ്, പൃഥ്വിരാജിന് തന്നെയാണ്. ഇനി എങ്ങനെയാണ് കളികൾ മാറി മറിയുന്നതെന്ന് ഓഗസ്റ്റ് 20 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 21 വരുമ്പോൾ നിവിൻ പോളിയുടെ ബത്ലഹാം കുടുംബ യൂണിറ്റ് വരികയാണ്. ഗിരീഷ് ഏടിയാണ് സംവിധാനം ചെയ്യുന്നത്. കാരണം പ്രേമലു, സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ, ഇപ്പൊ ബാലൻ സിനിമയിലും പുള്ളിക്കാരൻ പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മമിതയാണ് നായികയായിട്ട് എത്തുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്. മാന്ത്രികോ എന്നൊരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, MG ശ്രീകുമാർ പാടിയത്. സത്യം പറയാലോ അഴുക്കപ്പാട്ട്, ആ പാട്ടിൽ ഒന്നുമില്ല, ലിറിക്സ് എവിടെയോ പോണ്, മ്യൂസിക് എവിടെയോ പോണം, ഒരു വേസ്റ്റ് പാട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതൊരു ഫാമിലി പടമാണ്. ഇത് ഫഹദ് ഫാസിൽ ആൻഡ് ദിലീഷ് പോത്തൻ അങ്ങനത്തെ ആ ടീംസിന്റെ ഒക്കെ പ്രൊഡ്യൂസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊരു ഫാമിലി പടമായിട്ടാണ് വരുന്നത്. ഈ എക്സ്പെക്ടേഷനിൽ ഈ പടം വരുന്നില്ല, ബട്ട് നല്ലൊരു പടമാണെങ്കിൽ അത് കൊളുത്തി കയറും. കാരണം ഫാമിലി ഓഡിയൻസിനെയും ബോളിക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. സെയിം ദിവസം ഓഗസ്റ്റ് 21 തന്നെയാണ് രവി തേജയുടെ ഇരുമുടി ഒരു സിനിമ വരുന്നത്, തെലുങ്ക് ചിത്രം. അതൊരു ശബരിമലയിലെ എന്തൊരു ഇതെന്നാണ് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അതൊരു ഫാമിലി പടം തന്നെയാണ്. പ്രിയ ഭവാനി ശങ്കറാണ് നായികയായിട്ട് എത്തുന്നത്. ഭാര്യ, ഭർത്താവ്, ഒരു മകൾ, അങ്ങനത്തെ ഒരു സന്തുഷ്ട കുടുംബം. പിന്നെ അതിലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് 26 ഓഗസ്റ്റ് 26 റിലീസ് ചെയ്യുന്നതാണ് യാഷിന്റെ ടോക്സിക്. ഓ, അതൊരു മെച്ചമായിട്ടൊരു പടമാണ്. യാഷ്, പിന്നെ വേറെ എല്ലാ നായികമാരും മാത്രമേ ഉള്ളൂ, ആണുങ്ങളൊന്നുമില്ല. ഹുമാ ഖുറേഷി, നയൻതാര, രുക്മിണി, കിയാര അദ്വാനി, പിന്നെ താര സുതാര്യ എന്നൊരു നായിക.
ആൻഡ് രവി ബസൂർ മ്യൂസിക്കും പരിപാടികളും, ആൻഡ് ഗീതു മോഹൻദാസ് മലയാളി ഡയറക്ടർ, പിന്നെ യാഷി എന്നാൻ റിട്ടലിലും ഉണ്ട്, പ്രൊഡ്യൂസറിലും ഉണ്ട്, നായകനിലും ഉണ്ട്. ഒരു പക്ക അഡൾട്ട് പടം എന്നാണ് അവർ പറയുന്നത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ആ സിനിമയിലും അവർ കാണിക്കുന്നത്. ആ സിനിമയിൽ ഇറങ്ങിയ പാട്ടുകൾ, തബാഹി ആയിക്കോട്ടെ, വേറെ ഒരു മനസ്സലകമോ അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാട്ടുകൾ കൊള്ളാം, പാട്ടിന്റെ വീഡിയോസും കൊള്ളാം. അപ്പൊ ഐ സി അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു ഒന്നല്ലെങ്കിൽ ടാക്ടിക്കൽ മൂവ്സ് ആയിരിക്കും, ഇതുപോലുള്ള സീൻസ് കാണിച്ച് ഓഡിയൻസിനെ പുൾ ചെയ്ത് എ കണ്ടന്റ് ആണല്ലോ, അതായത് എ റേറ്റഡ് സിനിമയാണ്, അപ്പൊ ആളുകളെ കയറ്റുക. അതുമായിട്ട് പിന്നെ സ്റ്റോറി ലൈനിൽ കൊണ്ട് അതൊരു ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. പക്ഷെ നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് പടം എന്ന്. പിന്നെ പലരും പല എക്സ്പെക്ടേഷനിലാണ്. നിങ്ങൾ ട്രോൾസ് മീംസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോ യാഷിന്റെ ട്രെയിലർ ഓഗസ്റ്റ് 8 ശനിയാഴ്ച റിലീസ് ആവുന്നുണ്ട്. നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ഓഗസ്റ്റ് 26 സിനിമ. ഇനി മാറ്റാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ ഓഗസ്റ്റ് 28 വരുന്നതാണ് കരാത്തെ ബാബു, ജയരവിയുടെ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അപ്പൊ അതിൽ സാം CS ആണ് മ്യൂസിക്. അത് കുറെ നാളുകൾക്ക് ശേഷം ജയരവിയുടെ ഒരു സിനിമ റിലീസ് ആവുകയാണ് 28 അതിന്റെ പാട്ടുകളും അല്ലെങ്കിൽ ആ ഒരു ഗ്ലിംസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ വില്ലൻ പോലൊക്കെയാണ് ജയരവി വരുന്നത്. ഈ ഇടയ്ക്ക് ജയരവിയും ജയരവിയുടെ ഭാര്യ ആദ്യം തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുമായിട്ട് നല്ലൊരു ജഡ്ജ്മെന്റ് ഇപ്പൊ വന്നിട്ടും ഉണ്ടായിരുന്നു. 40 ലക്ഷം എന്തോ ഒരു മെയിൻ്റനൻസ് ചാർജ് ഭാര്യയ്ക്ക് ജയരവി കൊടുക്കേണ്ടതില്ല, 3 ലക്ഷം എന്തോ കൊടുത്താൽ മതി. മക്കളെയും കാണാനുള്ള അനുമതിയും കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു അതെല്ലാം ഒന്ന് ഹാപ്പി ആയതുകൊണ്ട് പിന്നെ പടം റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഈ ഓഗസ്റ്റ് മാസം മൊത്തം പടങ്ങളാണ്. എങ്ങനെ പൈസ സെറ്റ് ചെയ്ത് പടം കാണുമെന്ന് ഒരു പിടിയില്ല. എല്ലാ ചെലവിന് എന്തൊക്കെ ചെയ്യുമെന്നും ഒരു പിടിയില്ല. കടം വാങ്ങുമോ ലോൺ എടുക്കുമെന്നും ഒരു പിടിയില്ല. ഓഗസ്റ്റ് 7 തുടക്കം DC GDN, ഓഗസ്റ്റ് 14 വിശ്വനാഥൻ സൻസ് മകുടം ഹായ്, ഓഗസ്റ്റ് 20 അയാം ഖലീഫ അയാം ഗെയിം ഖലീഫ. അങ്ങനെ ഓഗസ്റ്റ് 21 കുടുംബ ബത്ലഹം കുടുംബ യൂണിറ്റ്, പിന്നെ ഇരുമുടി. ഓഗസ്റ്റ് 26 യാഷിന്റെ ടോക്സിക്. ഓഗസ്റ്റ് 28 കരാത്തെ ബാബു ജയരവിയുടെ. ഇതെന്തോടെ ഓഗസ്റ്റ് മാസോ അത് സിനിമ മാസോ?